വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ ചികിത്സയ്ക്ക് സഹായം തേടി ഒരു നാട് ഒരുമിക്കുന്നു. പറപ്പൂക്കര തൊട്ടിപ്പാൾ സ്വദേശി പറപ്പുള്ളി ബിജുവിന്റെ മകൻ അനന്തു എന്ന 24-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സോമനസുകളുടെ സഹായം വേണം. ഫെബ്രുവരി 12-ന് ആറാട്ടുപുഴയിൽ വെച്ചുണ്ടായ അപകടം തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ്. സുഹൃത്തിനൊപ്പം അനന്തു സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുറകിലിരുന്ന അനന്തു സമീപത്തെ പാടത്തേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 ദിവസം അവിടെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ അനന്തുവിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. ഇതിനകം 4 ലക്ഷം രൂപയോളം തൃശൂരിലെ ആശുപത്രിയിൽ ചിലവിട്ടിരുന്നു. ഇപ്പോൾ ദിനംപ്രതി 1 ലക്ഷം രൂപയോളമാണ് അനന്തുവിന്റെ ചികിത്സാ ചിലവ്. നിർധനരായ അനന്തുവിന്റെ കുടുംബത്തിന് ഈ ഭാരിച്ച ചികിത്സാ ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. എൻ്റെ മകനാണ് 12-ാം തീയതി ആക്സിഡന്റ് പറ്റിയത്. 8:30 അവിടെ ബൈക്കും പോകുമ്പോൾ അത് തല റോട്ടിലടിച്ച് അപ്പുറത്തേക്ക് പാടത്തേക്ക് തെറിച്ചു പോയി. എന്നിട്ട് ഹൈലൈറ്റ് ഹോസ്പിറ്റലിൽ 6-7 ദിവസം കിടന്നു. എന്നിട്ട് ഒരു കുറവിലുണ്ടായപ്പോൾ നമുക്ക് പേടിയായി. അപ്പം അങ്ങനെ നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എറണാകുളം. ഇപ്പം എത്ര ദിവസമായിട്ടും ഐസിയിലാണ്. അത് കണ്ണും തുറക്കാനില്ല. അങ്ങനെ ചെറിയൊരു അത്രയും ബുദ്ധിമുട്ടുണ്ട്. പറ്റാവുന്ന സഹായം ചെയ്യാം. മോന് ആക്സിഡന്റ് പറ്റിയിട്ട് 12-ാം തീയതി പറ്റിയതാണ്. അപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ പൈസ ഒരു വേറെ ചിലവായി. വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അത്രയും പൈസ ഞങ്ങൾക്കിപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. 1 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് ഒരു ദിവസം. അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അനുജനുമടങ്ങിയ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന അനന്തു. അനന്തുവിനെ വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇനിയും ലക്ഷങ്ങൾ വേണം. ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ ഒരു നാട് ഒരുമിക്കുകയാണ്. അനന്തുവിന്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കുന്നതിന് കെ രാമചന്ദ്രൻ MLA-യും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രനും രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന 19-ാം വാർഡിലുള്ള പാറപ്പള്ളി ബിജു മകൻ അനന്തു വലിയ വാഹനാപകടത്തെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആസ്പത്രിയിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അനന്തു ഇന്ന് ഒരു കുടുംബത്തിന്റെ ആശ്രമമായ അനന്തുവിന് ചികിത്സയ്ക്കായി ഒരുപാട് പണം ആവശ്യമായി വന്നിട്ടുണ്ട്. അതിനായി അനന്തുവിന്റെ ചികിത്സയ്ക്കായി നമ്മളൊരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയിൽ MLA അടക്കം കെ രാമചന്ദ്രൻ MLA അടക്കമുള്ള ആളുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കഴിയാവുന്ന സഹായം ആ കുടുംബത്തിന് ചെയ്തുകൊണ്ട് അനന്തുവിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സഹായങ്ങൾ എത്ര ചെറുതാണെങ്കിലും നാട് കൈകോർത്ത് ഒരുമിച്ച് നിന്നാൽ ഈ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇവർ. അനന്തു എൻ്റെ വാർഡിൽ താമസക്കാരനാണ്. 3 ആഴ്ചകളായി അവന് ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കുറച്ച് സീരിയസ് ആണുള്ള കാര്യങ്ങൾ. വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതിനൊരു സഹായങ്ങളും കാര്യങ്ങളും വേണം. അവൻ്റെ കുടുംബം പാവപ്പെട്ട ഒരു കുടുംബമാണ്. കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അവനും അവൻ്റെ അച്ഛനും കൂടിയാണ് കുടുംബം നോക്കി നടന്നിരുന്നത്. അവൻ്റെ കാര്യങ്ങൾക്ക് ഭയങ്കര വികാരമായിട്ടുള്ള കാര്യങ്ങൾ. അനന്തുവിന് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ നിധി തുടങ്ങിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതിന് ഉദാരമായിട്ട് സംഭാവന ചെയ്ത് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. 12/2/2026 പറപ്പുള്ളി ബിജു മകൻ അനന്തു ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായ തലയ്ക്ക് പരിക്കേറ്റ് എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരുന്നു. അവർ 7 ദിവസത്തിന് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. വളരെ നിർധനരായ കുടുംബമാണ് അനന്തുവിന്റെ ഒരു വരുമാനം കൊണ്ട് മാത്രം കുടുംബം കഴിഞ്ഞു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. അനന്തുവിന് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒരു ദിവസം 1 ലക്ഷത്തിലധികം രൂപ പ്രതിദിനം ചെലവ് വരുന്നുണ്ട്. ഭീമമായ ചെലവാണ് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ തന്നെ അവിടെ നല്ലൊരു തുക അടയ്ക്കാനുണ്ട്. അവരോട് ആ തുക എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സമ്മർദ്ദത്തിലും കൂടിയാണ് മാതാപിതാക്കള്.
മാതാപിതാക്കളും അവരുടെ വീട്ടുകാരും അസുഖബാധിതരാണ്. അവർക്ക് ജോലിക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. 24 വയസ്സ് പ്രായമുള്ള നമ്മുടെ കൊച്ചനജനായിട്ടുള്ള അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കരുണയുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഒരു അപേക്ഷയാണ് സഹായിക്കുന്നത്. സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊറവ് ബ്രാഞ്ചിൽ അനന്തു ചികിത്സാ സഹായ സമിതിയുടെ 44954908 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC SBIN 00086775 അല്ലെങ്കിൽ 8301827764 9656356263 എന്നീ നമ്പറുകളിലേക്ക് GPay വഴിയും സഹായങ്ങൾ അയക്കാം. പറപ്പൂക്കര പഞ്ചായത്ത് തൊട്ടിപ്പാളിൽ പറപ്പുള്ളി ബിജുവിന്റെ മകൻ അനന്തു എന്ന 24-കാരൻ വാഹനാപകടത്തെ തുടർന്നുണ്ടായ പരിക്കേറ്റ് തലയിൽ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ഭീമമായ ചികിത്സാ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി കാരുണ്യത്തിന്റെ കരങ്ങൾ കോർക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.